ഹായ് ഓൾ, നമ്മൾ പറയുന്നത് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഓഫ് സെക്കൻഡ് ഓർഡർ ആണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും നോൺ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനും മെൻഷൻ ചെയ്തിരുന്നു. സോ നമ്മളിവിടെ പറയുന്നത് എ ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു വൈ ഈക്വൽ ടു ജി ഓഫ് ടി ഈ സെറ്റ് ബി ഹോമോജീനിയസ് ഇഫ് ജി ഓഫ് ടി ഈക്വൽ ടു 0 ഫോർ ഓൾ ടി ആൻഡ് ഈ സെറ്റ് ബി നോൺ ഹോമോജീനിയസ് ഇഫ് ജി ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0. ഒരു ലീനിയർ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഹോമോജീനിയസ് ആണെന്ന് പറയണമെങ്കിൽ ഈ ജി ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 ആയിരിക്കണം ഫോർ ഓൾ ടി. ജി ഓഫ് ടി നോൺ 0 ആണെങ്കിൽ അതിനെ നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ എങ്ങനെ എഴുതാം? y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു 0. ഇനി നമുക്കൊരു ഡിഫറൻഷ്യൽ ഓപ്പറേറ്ററിനെ പരിചയപ്പെടാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷനും കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പി ക്യൂ എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻസ് അത് കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ y ഈക്വൽ ടു ഫൈ ഓഫ് ടി എന്ന് പറയുന്ന ഒരു ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനാണ് ഓൺ ഐ മീൻസ് ഗിവൺ ഇൻ്റർവൽ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൽ ഓഫ് ഫൈ എന്ന് പറയുന്നതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം: ഫൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഫൈ ഡാഷ് പ്ലസ് ക്യൂ ഫൈ. അതായത് ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എൽ എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷന് മുകളിൽ പെർഫോം ചെയ്യുമ്പോൾ y ഡബിൾ ഡാഷ് പ്ലസ് പി ഫൈ ഡാഷ് പ്ലസ് ക്യൂ ഫൈ എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ ഫൈ എന്ന് പറയുന്നത് ടിയിലെ ഒരു ഫംഗ്ഷനാണ് ഓൺ ഐ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ് എ പോയിന്റ് എൽ ഓഫ് ഐ ഈസ് എ ഫംഗ്ഷൻ ഓൺ ഐ ആൻഡ് ടി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ഈ എൽ ഓഫ് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് ഫൈ ഡബിൾ ഡാഷ് അറ്റ് ടി പ്ലസ് പി ഇൻറ്റു ഫൈ ഡാഷ് അറ്റ് ടി പ്ലസ് ക്യൂ ഇൻറ്റു ഫൈ ഓഫ് ടി എന്ന് വരും. ഓക്കെ, ഇതൊന്നുമില്ല, ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. നമുക്ക് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് പി ഓഫ് ടി ടി സ്ക്വയർ തന്നിട്ടുണ്ട്, ക്യൂ ഓഫ് ടി 1 പ്ലസ് ടി തന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ട്വൈസ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷനായ ഫൈ ഓഫ് ടി സൈൻ 3t തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എൽ ഓഫ് ഫൈ ഓഫ് ടി ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഫൈ ഡബിൾ ഡാഷ് ഓഫ് ടി പ്ലസ് പി ഓഫ് ടി ഇൻറ്റു ഫൈ ഡാഷ് ഓഫ് ടി പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു ഫൈ ഓഫ് ടി അല്ലേ. അപ്പോൾ നമുക്കിതിൽ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഫൈ ഡബിൾ ഡാഷ് ഓഫ് ടി, ഫൈ മീൻസ് സൈൻ 3t ദ ഹോൾ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു സൈൻ 3t ദ ഹോൾ ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു സൈൻ 3t. സോ നമുക്കിവിടെ സൈൻ 3t ദ ഹോൾ ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് ടി സ്ക്വയർ. ക്യൂ ഓഫ് ടി 1 പ്ലസ് ടി ആണെന്ന് തന്നിട്ടുണ്ട്, അതും കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി സൈൻ 3t ദ ഹോൾ സൈൻ 3tയുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് -9 സൈൻ 3t ആണ്, പ്ലസ് സൈൻ 3tയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് 3 കോസ് 3t ആണ് വരിക. അപ്പോൾ 3t സ്ക്വയർ കോസ് 3t ആൻഡ് 1 പ്ലസ് ടി സൈൻ 3t. അതായത് നമുക്ക് ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലീനിയർ ഓപ്പറേറ്റർ അല്ല ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഓക്കെ, നമുക്കിതിനെ ഈ ലീനിയർ ഓപ്പറേറ്ററിനെ നമ്മൾ ഇങ്ങനെയും കൂടെ റെപ്രസെൻ്റ് ചെയ്യും. അതായത് എൽ ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് പി ഡി പ്ലസ് ക്യൂ, എൽ ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ പ്ലസ് പി ഡി പ്ലസ് ക്യൂ. ഇവിടെ ഡി എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ. അപ്പോൾ നമ്മളിവിടെ ഒരു എൽ ഓഫ് വൈ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എൽ ഓഫ് വൈ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കതിനെ എങ്ങനെ എഴുതാം? എൽ ഓഫ് വൈ ഇങ്ങനെ വരും: ഡി സ്ക്വയർ പ്ലസ് പി ഡി പ്ലസ് ക്യൂ ഓഫ് വൈ. ഇതിൻ്റെ മീനിങ് എന്താ? വൈനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡി സ്ക്വയർ വൈ പ്ലസ് പി ഡി വൈ പ്ലസ് ക്യൂ വൈ എന്ന് വരില്ലേ. ഡി സ്ക്വയർ വൈ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓപ്പറേറ്റർ ട്വൈസ് ഓൺ വൈ എന്നാണ്. ദാറ്റ് മീൻസ് വൈ ഡബിൾ ഡാഷ് പ്ലസ് പി ഇൻറ്റു വൈ ഡാഷ് പ്ലസ് വൈ. ഇതാണ് എൽ ഓഫ് വൈ വരുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു നൊട്ടേഷൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എൽ ഈക്വൽ ടു ഡി സ്ക്വയർ പ്ലസ് പി ഡി പ്ലസ് ക്യൂ. ഓക്കെ, ഞാനൊരു എക്സാമ്പിളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വൈ ഡബിൾ ഡാഷ് പ്ലസ് 3t വൈ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഇക്വേഷന് നമുക്ക് വൈ ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞാൽ ഡി സ്ക്വയർ പ്ലസ് 3t ഡി പ്ലസ് 4 ഇൻറ്റു വൈ ഈക്വൽ ടു 0 എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഒരു എൽ ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്തായിരിക്കും? അപ്പോൾ എൽ ഓഫ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി വൈ ഡാഷ് പ്ലസ് ക്യൂ വൈ ഈക്വൽ ടു 0 എന്നായിരിക്കും അതിൻ്റെ മീനിങ്. ഓക്കെ, ക്യൂ ഓഫ് ടി വൈ ഈക്വൽ ടു 0. ഇനി y1 y2 എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷന് ഈ തന്നിരിക്കുന്ന ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, y എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞാൽ, ആ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ ആ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y എന്ന് പറയുന്ന ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യും.
അപ്പോൾ നമുക്ക് L of y ഈക്വൽ ടു 0 എന്ന് എഴുതാം. അതുപോലെ y1 y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ ഉണ്ട് തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ നമുക്ക് പറയാം L of y1 ഈക്വൽ ടു 0 ആണ്, L of y2 ഈക്വൽ ടു 0 ആണെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ സൊല്യൂഷൻസിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. ഹോമോജീനിയസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ട്. അതിൻ്റെ രണ്ട് സൊല്യൂഷൻ നമുക്കറിയാം. y1 y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും അതിൻ്റെ സൊല്യൂഷൻ തന്നെയായിരിക്കും. അതാണ് നമ്മൾ ഈ തിയറത്തിൽ പറയുന്നത്. ആ തിയറത്തിൻ്റെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ. ഓക്കെ, പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇഫ് y1 ആൻഡ് y2 ആർ ടു സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് p of t into y ഡാഷ് പ്ലസ് q of t into y ഈക്വൽ ടു 0, then the linear combination cy1 plus c2y2 is also a solution for any values of the constants c1 and c2. അതായത് നമുക്കൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സൊല്യൂഷനാണ്, രണ്ട് സൊല്യൂഷൻസ് ആണ് y1 y2. അങ്ങനെയെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും അതിൻ്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കും. ഈ ലീനിയർ കോമ്പിനേഷനെയാണ് നമ്മൾ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഒന്ന് നോക്കാം. പ്രൂഫ് ഈസിയാണ്, കാര്യമായിട്ടൊന്നും പറയുന്നില്ല. നമുക്കറിയാം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, y1 y2 എന്ന് പറയുന്ന രണ്ട് സൊല്യൂഷനാണ് തന്നിരിക്കുന്ന ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് സൊല്യൂഷനാണ്. അങ്ങനെയാണെങ്കിൽ L of y ഈക്വൽ ടു 0ൻ്റെ മീനിങ് എന്താ, y ഡബിൾ ഡാഷ് പ്ലസ് p of t into y ഡാഷ് പ്ലസ് q of t into y ഈക്വൽ ടു 0 അല്ലേ, ലീനിയർ ഓപ്പറേറ്റർ ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ. സോ y1 ഈസ് എ സൊല്യൂഷൻ, സോ L of y1 ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഈ തന്നിരിക്കുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y1ൻ്റെ ടേമിലും സാറ്റിസ്ഫൈ എന്നർത്ഥം. അപ്പോൾ y1 ഡബിൾ ഡാഷ് പ്ലസ് p of t into y1 ഡാഷ് പ്ലസ് q of t into y1 ഈക്വൽ ടു 0. ഇനി L of y2 ഈക്വൽ ടു 0 അങ്ങനെ പറഞ്ഞാൽ y2 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്. സോ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ y2 എന്ന് പറയുന്ന ഇക്വേഷൻ കൊടുത്താലും സാറ്റിസ്ഫൈ ചെയ്യും. സോ y2 ഡബിൾ ഡാഷ് പ്ലസ് p of t into y2 ഡാഷ് പ്ലസ് q of t into y2 ഈക്വൽ ടു 0. ഇനി നമ്മുടെ ക്ലെയിം എന്താണ്, c1 y1 ഈസ് ഓൾസോ എ സൊല്യൂഷൻ എന്ന് പറയണം. അതായത് L of c1 y1 പ്ലസ് c2 y2 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന് ലീനിയർ ഓപ്പറേറ്റർ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈക്വൽ ടു 0 കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് LHS കൺസിഡർ ചെയ്തിട്ട് 0 ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. സോ നമുക്ക് കൺസിഡർ ചെയ്യാം L of c1 y1 പ്ലസ് c2 y2. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. c1 y1 പ്ലസ് c2 y2 ദ ഹോൾ ഡബിൾ ഡാഷ് പ്ലസ് p of t ഇൻറ്റു c1 y1 പ്ലസ് c2 y2 ഹോൾ ഡാഷ് പ്ലസ് q of t ഇൻറ്റു c1 y1 പ്ലസ് c2 y2. നമുക്കിതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് നമുക്കറിയാം രണ്ട് ഫംഗ്ഷൻ്റെ സം കണ്ടിട്ട് ഡെറിവേറ്റീവ് കണ്ടാലും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് സം കണ്ടുപിടിച്ചാലും എന്ത് തന്നെയാണ്, സെയിം ആണ്. അപ്പോൾ നമുക്കിതിൽ നമ്മൾ ആ പ്രോപ്പർട്ടീസ് ഒക്കെ മുമ്പ് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. c1 y1 ഡബിൾ ഡാഷ് പ്ലസ് c2 y2 ഡബിൾ ഡാഷ് പ്ലസ് ഇവിടെ p of t ഇൻറ്റു c1 y1 ഡാഷ് പ്ലസ് c2 y2 ഡാഷ് പ്ലസ് q of t ഇൻറ്റു c1 y1 പ്ലസ് c2 y2 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിൽ നിന്നൊക്കെ c1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിനെ ഒന്ന് ഔട്ട് സൈഡ് എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് c1 ഇൻറ്റു y1 ഡബിൾ ഡാഷ് പ്ലസ് p of t ഇൻറ്റു y1 ഡാഷ് പ്ലസ് q of t ഇൻറ്റു y1. ഇതിൽ നിന്നെല്ലാം c1ൻ്റെ ടേംസിനെ എടുത്ത് ഒരുമിച്ച് എഴുതി എന്നിട്ട് c1നെ ഔട്ട് സൈഡ് എടുത്തു. അതുപോലെ തന്നെ നമുക്ക് c2 ഇൻറ്റു y2 ഡബിൾ ഡാഷ് പ്ലസ് p of t ഇൻറ്റു y2 ഡാഷ് പ്ലസ് q of t ഇൻറ്റു y2 ഇങ്ങനെ പറയാലോ. സോ നമുക്കറിയാം ഈ y1 ഡബിൾ ഡാഷ് പ്ലസ് p of t ഇൻറ്റു y1 ഡാഷ് പ്ലസ് q of t ഇൻറ്റു y1 എന്താ, L of y1 അല്ലേ. ആ L of y1 എന്താണ്, 0 ആണ്. സോ നമുക്ക് എഴുതാം c1, അതായത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് y1 ഡബിൾ ഡാഷ് y1 എന്ന് പറയുന്നത്. സോ തന്നിരിക്കുന്ന ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. സോ ഈ വാല്യൂ എന്താണ്, ഈക്വൽ ടു 0 ആണ്. c1 ഇൻറ്റു 0 പ്ലസ് c2 ഇൻറ്റു 0 ദാറ്റ് ഇസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് കിട്ടി, L of c1 y1 പ്ലസ് c2 y2 ഈക്വൽ ടു 0. അതായത് c1 y1 പ്ലസ് c2 y2 എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് y1 y2 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്ന് കിട്ടി. സോ നമുക്ക് പറയാം c1 y1 പ്ലസ് c2 y2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ എനി വാല്യൂസ് ഓഫ് c1 ആൻഡ് c2. ഓക്കെ, നമുക്ക് ഈ ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെ മാത്രമേ ശരിയാവുന്നുള്ളൂ, ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ മാത്രമേ ഇത് ഹോൾഡ് ചെയ്യുള്ളൂ. നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിലും നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുകയാണെങ്കിലും ഇത് രണ്ടും ശരിയാവില്ല. ഈ രണ്ട് കേസിലും ഈ തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നില്ല. എവിടെ മാത്രമേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ, ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ മാത്രമേ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ ഹോൾഡ് ചെയ്യുള്ളൂ. അതിനുള്ളൊരു റിമാർക്കായിട്ട് താഴെ പറയുന്നത്, the theorem does not hold for non-homogeneous and non-linear equations. നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ നോക്കാം. ഈ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 1 ഇതൊരു നോൺ ഹോമോജീനിയസ് ആണല്ലോ. കാരണം എന്താ, g of t ഈസ് നോട്ട്
നോൺ സീറോ ആണ്. സോ നോൺ ഹോമോജീനിയസ് ഇക്വേഷൻ ആണ്. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. y1 എന്ന് പറയുന്നത് 1 പ്ലസ് കോസ് ടി ആൻഡ് y2 എന്ന് പറയുന്നത് 1 പ്ലസ് സൈൻ ടി. ഇത് രണ്ടും ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് c1y1 പ്ലസ് c2y2 എന്ന് പറയുന്നത് c1y1 പ്ലസ് c2y2 എന്ന് പറയുന്ന ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് y1 y2 ഈ ഒരു y1 y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു നമുക്ക് ഏതെങ്കിലും ഒന്നിന് കോൺട്രഡിക്ഷൻ അതായത് ഏതെങ്കിലും ഒരു കൗണ്ടർ എക്സാമ്പിൾ കിട്ടിയാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ c1 c2 എന്ന് പറയുന്നതിന് 1 ആയിട്ട് ചൂസ് ചെയ്തു. c1ഉം c2ഉം 1 ആയിട്ട് ചൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് y1 പ്ലസ് y2 എന്നാണ് കിട്ടുക. y1 പ്ലസ് y2 ഈസ് ഓൾസോ എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് y1 ആൻഡ് y2. ഒരു പർട്ടിക്കുലർ കേസ് എടുത്തുന്നേ ഉള്ളൂ, നമുക്ക് അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് y ഈക്വൽ ടു y1 പ്ലസ് y2. സോ നമുക്ക് എന്താ കിട്ടുക? 1 പ്ലസ് കോസ് ടി 1 പ്ലസ് സൈൻ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് കോസ് ടി പ്ലസ് സൈൻ ടി. നമുക്ക് നമ്മൾ ഈ ഇക്വേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കേണ്ടത്. സോ നമുക്ക് എന്ത് വേണം? സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് y വേണം. സോ നമുക്ക് ഈ y1 പ്ലസ് y2നെ ഞാൻ y എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് y ഡാഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ 2യുടെ ഡെറിവേറ്റീവ് 0, കോസ് ടി മൈനസ് സൈൻ ടി ആണ്, സൈൻ ടി കോസ് ടി ആണ്. ഓക്കെ, y ഡബിൾ ഡാഷ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മൈനസ് സൈൻ ടി ഇട്ടത് മൈനസ് കോസ് ടി ആണ്, കോസ് ടി ഇട്ടത് മൈനസ് സൈൻ ടി ആണ്. സോ y ഡബിൾ ഡാഷ് പ്ലസ് y ഈക്വൽ ടു 1 ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈനസ് കോസ് ടി പ്ലസ് മൈനസ് സൈൻ ടി പ്ലസ് 2 പ്ലസ് കോസ് ടി പ്ലസ് സൈൻ ടി ഈക്വൽ ടു എന്താ കിട്ടുക? നമുക്ക് ഇവിടെ എല്ലാം ക്യാൻസൽ ചെയ്ത് പോയിട്ട് ലാസ്റ്റ് നമുക്കൊരു ഫംഗ്ഷൻ ഒരു വാല്യൂ കിട്ടുക 2. ദാറ്റ് ഈസ് നമുക്ക് ഇവിടുത്തെ RHS എന്തായിരുന്നു? 1 ആയിരുന്നു. സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ 2 ഇസ് നോട്ട് ഈക്വൽ ടു 1. സോ നമുക്ക് നോൺ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നോൺ ലീനിയർ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ 2 സൊല്യൂഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതും ഓൾസോ ആ കേസിലും നമുക്ക് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് കാണിക്കാൻ പറ്റും. അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യാനൊരു ഫംഗ്ഷൻ പറഞ്ഞുതരാം. y ഡബിൾ ഡാഷ് y മൈനസ് ടി ഇൻറ്റു y ഡാഷ് ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ് y1 ഈക്വൽ ടു ടി സ്ക്വയർ ആൻഡ് y2 ഈക്വൽ ടു 1. ഓക്കെ, ഇവിടെ നമ്മൾ ഇതൊരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. കാരണം എന്താ? y ഡബിൾ ഡാഷിൻ്റെയും വൈൻ്റെയും ഡെറിവേറ്റീവിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൻ്റെയും മൾട്ടിപ്പിൾ വന്നിട്ടുണ്ട് ഇവിടെ. സോ ഇതെന്താണ്? ഒരു നോൺ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇതിൻ്റെ സൊല്യൂഷൻ തന്നിട്ടുണ്ട് y1 ഈക്വൽ ടു ടി സ്ക്വയർ y2 ഈക്വൽ ടു 1. നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്താൽ മതി y1 പ്ലസ് y2 എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണോ എന്നൊന്നും ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്തത് റോൺസ്കിയൻ ഡിറ്റർമിനൻറ്റ്. റോൺസ്കിയൻ ഡിറ്റർമിനൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൊല്യൂഷൻസിൻ്റെ ഒരു ഡിറ്റർമിനൻറ്റ് ഫോം കണ്ടുപിടിക്കുന്നതാണ്. ഇത് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്കിപ്പം രണ്ട് സൊല്യൂഷൻ അറിയുമെങ്കിൽ, അതായത് ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 2 സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഇൻഡിപെൻഡൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ പറ്റും. 2 സൊല്യൂഷനും ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് റോൺസ്കിയൻ ഡിറ്റർമിനൻറ്റ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എന്താണ് റോൺസ്കിയൻ നോക്കാം. നമുക്ക് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് y ഡബിൾ ഡാഷ് പ്ലസ് പി ഓഫ് ടി ഇൻറ്റു y ഡാഷ് പ്ലസ് ക്യൂ ഓഫ് ടി ഇൻറ്റു y ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ട്. y1ഉം y2ഉം തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, given a second order linear differential equation y double dash plus p of t into y dash plus q of t into y equal to 0 and any 2 solutions of the differential equation y1 and y2. ഇനി നമ്മൾ ഈ y1ൻ്റെയും y2ൻ്റെയും റോൺസ്കിയൻ ഡിഫൈൻ ചെയ്യാണ്. റോൺസ്കിയൻ ഈസ് എ ഡിറ്റർമിനൻറ്റ്. റോൺസ്കിയൻ ഓഫ് y1 y2 ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. അതായത് നമുക്ക് എന്ത് ചെയ്താൽ മതി? റോൺസ്കിയൻ ഓഫ് y1 y2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഡിറ്റർമിനൻറ്റ് ഓഫ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. ഓക്കെ, ഇറ്റ്സ് എ ഫംഗ്ഷൻ ആണ്. നമുക്കിതിനെ ഒരു വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്താൽ ഇങ്ങനെ കിട്ടും. w ഓഫ് y1 y2 ഓഫ് ടി ഈക്വൽ ടു y1 ഓഫ് ടി y2 ഓഫ് ടി y1 ഡാഷ് ഓഫ് ടി y2 ഡാഷ് ഓഫ് ടി. അതായത് നമുക്കിവിടെ എന്തെഴുതാം? ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാലോ. സോ എന്ത് കിട്ടും? y1 ഓഫ് ടി ഇൻറ്റു y2 ഡാഷ് ഓഫ് ടി മൈനസ് y2 ഓഫ് ടി ഇൻറ്റു y1 ഡാഷ് ഓഫ് ടി. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം ഇതിൻ്റെ. അതായത് റോൺസ്കിയൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതിനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ നമുക്ക് y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6y ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഒരു സൊല്യൂഷനാണ് y1 ഓഫ് ടി എന്ന് പറയുന്നത് e റേസ് ടു മൈനസ് 2t ആൻഡ് y2 ഓഫ് ടി എന്ന് പറയുന്നത് e റേസ് ടു മൈനസ് 3t. ബി 2 സൊല്യൂഷൻസ് ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. The Wronskian of these 2 solutions is w of y1 y2 which is equal to ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് y1 y2 y1 dash y2 dash.
വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? y1 എന്ന് പറഞ്ഞാൽ e⁻²t, y2 എന്ന് പറഞ്ഞാൽ e⁻−3t. ഇവിടെ നമുക്ക് y1 ഡാഷ് എന്ന് പറഞ്ഞാൽ -2 × e⁻²t, ഇവിടെ -3 × e⁻−3t. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. മൾട്ടിപ്ലൈ ചെയ്ത് e⁻²t ഇൻറ്റു -3 × e⁻−3t മൈനസ്, ഇവിടെ ഈ മൈനസും കൂടെ പ്ലസ് ആയി 2 × e⁻²t e⁻−3t. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ -3 + 2 എന്ന് പറഞ്ഞാൽ -1 ആണ്, -e⁻−5t.